വിവാദത്തെ തുടർന്ന് രാജിവെച്ച അഖില മരിയാട്ട് വീണ്ടും നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. UDFിലെ 14 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം അഖിലയുടെ സത്യപ്രതിജ്ഞ ഇടതുപക്ഷം ബഹിഷ്കരിച്ചു. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും അഖില മരിയാട്ട് എത്തുന്നത്. കോൺഗ്രസിലെ റീന കിണമ്പ്രമ്മലാണ് അഖിലയുടെ പേര് നിർദ്ദേശിച്ചത്. പി വാസു പിന്താങ്ങി. ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിലെ 14 അംഗങ്ങളുടെയും പിന്തുണയോടെ വീണ്ടും നാദാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അഖില മരിയാട്ട് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അതേസമയം മരിയാട്ടിനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ വിയോജിപ്പറിയിച്ച് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും യോഗം ചേർന്നിരുന്നു. DCC ആവശ്യത്തെ തുടർന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ പങ്കെടുത്താണ് നാദാപുരം ലീഗ് ഹൌസിൽ യോഗം ചേർന്നത്. മുസ്ലിം ലീഗ് നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി തങ്ങളുടെ വിയോജിപ്പ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ ഉയർന്നുവന്ന ചില കാര്യങ്ങളിലെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന അഖില മരിയാട്ട് തൽസ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പ്രസ്തുത വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി DCC വൈസ് പ്രസിഡന്റ് PK ഹബീബ്, DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ എന്നിവരടങ്ങുന്ന ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. അഖില മരിയാട്ട് ഈ വിഷയത്തിൽ ഒരു തരത്തിലും കുറ്റക്കാരിയല്ലെന്നും അവർ ചതിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും ബോധ്യപ്പെട്ടിരിക്കുന്നതായി കമ്മീഷൻ അംഗങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിഷയത്തിൽ അഖില മരിയാട്ട് ഇരയാണെന്നും അവരോടൊപ്പം പാർട്ടിയും പൊതുസമൂഹവും ഉറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള കുറ്റവും തെറ്റും അഖിലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും അവർ ഒരു വേട്ടക്കാരനാൽ വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് നാദാപുരം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അഖില മരിയാട്ടിനെ വീണ്ടും മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന സത്യപ്രതിജ്ഞ ഇടതുപക്ഷം ബഹിഷ്കരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, നാദാപുരം.